ഭക്തി സാന്ദ്രത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ലളിതാ സഹസ്രനാമത്തിലെ 176 മുതൽ 192 വരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. 176 നാമം നിർവികൽപ്പ. വികൽപ്പം എന്നാൽ പലതുണ്ട് എന്ന ചിന്ത. അങ്ങനെ ഒരു ചിന്തയും ഇല്ലാത്തവൾ നിർവികൽപ്പ. ഇനി 177 നാമം നിരാബാധ. ഒന്നും ബാധിക്കാത്തവൾ. ദേവി ആകാശം പോലെയാണ്, ഒന്നിനാലും മറയ്ക്കാനും സാധ്യമല്ല. ദേവിയെ ഒന്നും ബാധിക്കുന്നുമില്ല എന്നർത്ഥം. ഇനി 178 നാമം നിർഭേദ. ഭേദബുദ്ധി ഇല്ലാത്തവൾ. ഈ മായയിൽ പെടുന്നവർക്കാണ് ഭേദചിന്തകളൊക്കെ ഉള്ളത്. എന്നാൽ സത്യസ്വരൂപിണിയായിട്ടുള്ള ദേവിക്ക് ആ ഒരു ഭേദചിന്ത ഇല്ലാത്തത് കൊണ്ട് നിർഭേദ എന്ന പേരു വന്നു. അടുത്തത് 179 നാമം ഭേദനാശിനി. തൻ്റെ ഭക്തന്മാരിൽ ഈ ഒരു ഭേദചിന്ത ഇല്ലാതെയാക്കി ആത്മജ്ഞാനത്തെ കൊടുത്ത് അവരിലെ ആ ഭേദചിന്ത ഇല്ലാതാക്കുന്നവൾ എന്നർത്ഥം. അടുത്തത് 180 നാമം നിർനാശ. നാശമില്ലാത്തവൾ. കാരണം ഉൽപ്പത്തിയില്ല. ഉൽപ്പത്തി ഉണ്ടെങ്കിൽ മാത്രമേ നാശമുണ്ടാകൂ. അടുത്തത് 181 നാമം മൃത്യുമഥനി. മരണത്തെ ജയിക്കുന്നവൾ അഥവാ മഥിക്കുന്നവൾ എന്നർത്ഥം. ദേവിയെ ആരാധിക്കുന്ന സമയത്ത് നമ്മൾ ദേവിയിലേക്ക് കൂടുതൽ അടുക്കുന്നു. അങ്ങനെയുള്ള ഭക്തന് മരണത്തെ പേടിയില്ല. അങ്ങനെ പേടിയില്ലാതാക്കുന്നവൾ, മഥിക്കുന്നവൾ മൃത്യുമഥനി എന്ന് അർത്ഥം. അടുത്തത് 182 നാമം നിഷ്ക്രിയ. യാതൊരു വിധത്തിലുമുള്ള ക്രിയകളും ഇല്ലാത്തവൾ. നമ്മൾ ഓരോ ആഗ്രഹം വെച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ദേവിക്ക് എല്ലാം ഒരു ലീലയാണ്. അതുകൊണ്ട് ഒന്നിനോടും ബന്ധിക്കുന്നില്ല. മനസ്സ് ബന്ധിക്കുമ്പോഴാണ് പ്രവൃത്തികൾ നമ്മെ ബന്ധിക്കുന്നത്. അങ്ങനെ ഒന്നും ബാധിക്കാത്തവൾ നിഷ്ക്രിയ എന്നർത്ഥം. അടുത്തത് 183 നാമം നിഷ്പരിഗ്രഹ. പരിഗ്രഹം എന്നാൽ സ്വീകരിക്കുക. ദേവി ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കുന്നില്ല. ദേവി പൂർണ്ണയാണ്. ദേവിക്ക് സന്തോഷിക്കാൻ ഒന്നും നേടിയിട്ടു വേണ്ട. തൻ്റെ ഭക്തന്മാർ തരുന്ന നിവേദ്യമൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കുമെങ്കിലും അത് ഭക്തൻ്റെ സന്തോഷത്തിനു വേണ്ടി മാത്രമാണ്. അല്ലാതെ ദേവിക്ക് ഒന്നും വേണമെന്ന് ആഗ്രഹമില്ല. സ്വയം പരിപൂർണയായതുകൊണ്ടാണ് ദേവിക്ക് നിഷ്പരിഗ്രഹ എന്ന പേര് വന്നത്. അടുത്തത് 184 നാമം നിസ്തുല. ദേവിയോട് തുലനം ചെയ്യാൻ ഈ ലോകത്തൊന്നുമില്ല. അതുകൊണ്ടാണ് നിസ്തുലയായിരിക്കുന്ന ദേവി എന്ന് പറയുന്നത്. അടുത്തത് 185 നാമം നീലചിക്കുര. ചിഗുരം എന്ന് പറഞ്ഞാൽ മുടി. നല്ല ഇടതൂർന്ന് നീണ്ടു തഴച്ച മുടി. നീല എന്നതിന് ഒരു കറുത്തിരുണ്ട എന്ന അർത്ഥമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനത്തെ മുടിയോട് കൂടിയവൾ എന്നർത്ഥം. അടുത്തത് 186 നാമം നിരപായ. ഒരപായവും ഏൽക്കാത്തവൾ. ഒന്നിൽ നിന്നും വേർപെട്ടു പോകുന്നതിനെയാണ് ഇവിടെ അപായമെന്ന് പറയുന്നത്. അപ്പോൾ സർവം അന്തര്യാമിയായ ദേവി ഒന്നിൽ നിന്നും വേർപെടാനില്ല. അതുകൊണ്ടാണ് നിരപായ എന്ന പേര് വന്നത്. അടുത്തത് 187 നാമം നിരത്യയ. അത്യയമെന്നാൽ നാശം. ഒന്നിനാലും നാശം സംഭവിക്കാത്തവൾ. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, പരമാത്മാവിനെ കുറിച്ച് എന്തൊക്കെ വിശേഷണങ്ങൾ പറയുന്നുവോ അതൊക്കെ ദേവിക്ക് ബാധകമാണ്. അതുപോലെ ഒന്നിനാലും അതിക്രമിക്കാൻ പറ്റാത്തവൾ എന്നർത്ഥം. അടുത്തത് 188 നാമം ദുർലഭ.
വളരെ ക്ലേശിച്ചു മാത്രം ലഭിക്കപ്പെടുന്നവൾ. അതായത് നിഷ്കാമമായ ഭക്തി അല്ലെങ്കിൽ നിഷ്കളങ്കമായ ഭക്തി കൊണ്ട് മാത്രമേ ദേവിയെ നേടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ദുർലഭ എന്ന പേര് വന്നത്. അടുത്തത് 189 നാമം ദുർഗമ. നേരത്തെ പറഞ്ഞ നാമത്തിൻ്റെ മറ്റൊരു ഭേദമാണ് ഇത്. ആരുടെ അടുത്താണോ എത്താൻ അത്രയധികം പ്രയാസപ്പെടേണ്ടത് ആ ദേവി. അപ്പോൾ ഭക്തിയില്ലാത്തവർക്ക് എത്രയൊക്കെ ആയാലും ആ ഭഗവതിയുടെ തത്വം മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ദേവിക്ക് ദുർഗമ എന്ന പേര് വന്നത്. അടുത്തത് 190 നാമം ദുർഗ. ദുർഗാദേവി. ദുർഗമൻ എന്ന അസുരനെ വധിച്ച ശക്തിയാണ് ദുർഗ. മനസ്സിനെ നമ്മുടെ ആസക്തികളിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ച് സന്മാർഗനിഷ്ഠയാൽ ഉറപ്പിക്കുന്നവളാണ് ദുർഗ. അതാണ് ദുർഗാപൂജയുടെ മഹത്വം. അടുത്തത് 191 നാമം ദുഃഖഹന്ത്രി. ദുഃഖത്തെ ഇല്ലാതാക്കുന്നവൾ. ഈശ്വരനിലുള്ള ആസക്തിയാണ് ഭക്തി. അങ്ങനെയൊരു ഭക്തിയുള്ളവർക്ക് യാതൊരു വിധത്തിലുള്ള ദുഃഖവും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ദുഃഖഹന്ത്രി എന്ന പേര് വന്നത്. അടുത്തത് 192 നാമം സുഖപ്രദ. ദുഃഖമില്ലാതെയായാൽ പിന്നെ എന്താണ് സുഖം? സുഖത്തെ നൽകുന്നവൾ എന്നർത്ഥം. ഭൗതികമായ എന്തൊക്കെ സുഖങ്ങൾ നേടിയാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ശരിക്കും ഭഗവതിയെ അറിയുമ്പോഴാണ് യഥാർത്ഥ സുഖം കിട്ടുന്നത്. അങ്ങനെ ദേവി സുഖപ്രദയാകുന്നു എന്നർത്ഥം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശിവശക്തിഐക്യരൂപിണ്യൈ നമഃ.